ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 2024-25 അധ്യയന വർഷത്തെ ഹിന്ദി 6th സ്റ്റാൻഡേർഡിലെ ഹിന്ദി സെക്കൻഡ് ടൈം എവാലുവേഷൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, നമുക്ക് വായിച്ച് നോക്കാം. ചെറു ഗതിവിധിയോ ദിയേ ഹേ ഇൻമേ കിൻഹി പാഞ്ച് കാ ഉത്തർ ലിഖേം. എന്താണ്? 6 പ്രവർത്തനങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും 5 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ആക്ടിവിറ്റി നോക്കിയാലോ. ഗതിവിധി ഏക്ക് എന്താണ്? സൂചന നോക്കൂ. കഹാനിക്ക യഹ് അംശ് പഠിയും ഓർ പ്രശ്നോക്ക് ഉത്തർ ലിഖേം. കഹാനിയുടെ ഭാഗം വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. നമ്മൾ പഠിച്ചൊരു കഥാഭാഗം തന്നെയാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഓക്കെ, നമുക്ക് വായിച്ചു നോക്കാം. ജബ് സൂരജ് നിക്കല തബ് നന്ന ഉല്ലു അമ്മ സെ ബോല മേൻ തുംസെ പ്യാർ കർത്താ ഹും അമ്മ. നന്ന ഉല്ലു അമ്മ ബോലയോട് പറയുകയാണല്ലോ. എന്താണ്? മേൻ തുംസെ പ്യാർ കർത്താ ഹും അമ്മ. അമ്മ, ഞാൻ നിങ്ങളെ വളരെയധികം ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നു എന്ന് പറയുകയാണല്ലേ. കിത്തന അമ്മാനെ പൂച്ച. അമ്മ ചോദിച്ചു. അമ്മ എന്താ ചോദിച്ചത്? കിത്തന, എത്രമാത്രം എന്ന് ചോദിക്കുകയാണല്ലേ. ബഹുത് നന്ന ഉല്ലു ബോല, വളരെയധികം നന്ന ഉല്ലു പറഞ്ഞു. വഹ് അമ്മാസെ ഗലേ ലഗായ, അവൾ എന്ത് ചെയ്യാണ്? അമ്മാസെ ഗലേ ലഗായ, കെട്ടിപ്പിടിച്ച് പറയുകയാണല്ലേ. ആസ്മാൻ ജിത്തന ഊഞ്ചാ ഹേ ഓർ സമുദ്ര ജിത്തന ഗഹ്റാ മേൻ തുംസെ ഇത്തന പ്യാർ കർത്താ ഹും അമ്മ. ആസ്മാൻ എത്ര ഉയരത്തിലാണ്, ഓർ സമുദ്ര ജിത്തന ഗഹ്റാ മേം, സമുദ്രത്തിന് എത്ര ആഴമുണ്ട് അത്രയും ഞാൻ എന്താണ് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് അമ്മയോട് നന്ന ഉല്ലു പറയുകയാണ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്? കഹാനിക്ക ഉചിത് ശീർഷക്. കഹാനിക്ക് ഉചിതമായൊരു ശീർഷകം നൽകാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ശീർഷകം നൽകാവുന്നതാണ്. നന്ന ഉല്ലു എന്നോ സവാലെന്നോ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാവില്ല. നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ടൈറ്റിൽ ഇവിടെ കൊടുക്കുക. ഓക്കെ, ഞാൻ ഇവിടെ കൊടുക്കുന്നത് സവാൽ എന്നാണ്. ദെൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ടൈറ്റിൽ കൊടുക്കാം. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, നീചെ ദിയേ ശബ്ദോം കാ സമാനാർത്ഥക ശബ്ദ കഹാനി സേ ചുൻകർ ലിഖേം. എന്താണ്? താഴെ നൽകിയിട്ടുള്ള വാക്കുകൾക്ക് സമാനാർത്ഥക ശബ്ദം, സമാനാർത്ഥം വരുന്ന വാക്ക് കഹാനിയിൽ നിന്ന്, കഥയിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് വേർഡ്സ് ഏതൊക്കെയാണ് നൽകിയിട്ടുള്ളത്? സൂര്യൻ നൽകിയിട്ടുണ്ട്, ആകാശമുണ്ട് അല്ലേ. സൂര്യ എന്ന് പറഞ്ഞാൽ അതെ സൂരജ് അല്ലേ, അതായത് സൂര്യൻ. ദെൻ ആകാശം എന്ന് പറഞ്ഞാൽ എന്താണ്? ആകാശം. അപ്പോൾ ഇതേ അർത്ഥം വരുന്ന വേർഡ്സ് കഥയിലുണ്ടല്ലേ. ഏതാണ്? സൂര്യ എന്ന് പറയുമ്പോൾ യെസ് സൂരജ്. ദെൻ ആകാശ് ആസ്മാൻ. ആസ്മാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആകാശമല്ലേ. സോ ആകാശ് ആസ്മാൻ. ഓക്കെ, അപ്പോൾ കഥയിൽ പറഞ്ഞിരിക്കുന്ന വേർഡ്സ് ഇതുപോലെ എടുത്തെഴുതുക. ദെൻ മേൻ തുംസെ പ്യാർ കർത്താഹും യഹ് കിസ്നെ കിസ്സെ കഹ. മേൻ തുംസെ പ്യാർ കർത്താഹും, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് ആരോടാണ് പറഞ്ഞത്? ആരോടാണ് പറഞ്ഞത്? നന്ന ഉല്ലു അമ്മയോടല്ലേ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആൻസർ എഴുതാം. നന്ന ഉല്ലു അമ്മ ഉല്ലു സെ ബോല. ഓക്കെ, നന്ന ഉല്ലു അമ്മ ഉല്ലു സെ ബോല. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. അമ്മ സി ഗലേ ലഗാക്കർ നന്ന ഉല്ലു ക്യാ കഹ. അമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നന്ന ഉല്ലു എന്താണ് പറഞ്ഞത്? ലാസ്റ്റ് കഹാനി ഇപ്പോൾ നമുക്ക് നൽകിയിട്ടുള്ള ഭാഗത്തിൽ ലാസ്റ്റ് പറയുന്നുണ്ടല്ലേ. നോക്കൂ. आसमान जितना ऊंचा है और समुद्र जितना गहरा है मैं तुमसे उतना प्यार करता हूँ അമ്മ. അപ്പോൾ അമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് എന്താ പറഞ്ഞത്? ആസ്മാൻ ജിത്തന ഊഞ്ചാ ഹേ ഓർ സമുദ്ര കിത്തന ഗഹ്റാ ഹേ मैं तुमसे उतना प्यार करता हूँ അമ്മ. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ കഹാനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ഗതിവിധി ദോ. സൂചന കവിത പഠയും ഓർ പ്രശ്നോക്ക് ഉത്തർ ലിഖേം. എന്താണ്? കവിത വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണല്ലേ. നമ്മൾ പഠിച്ചൊരു കവിതാ ഭാഗമാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. നമുക്ക് വായിച്ചു നോക്കാം. बबुआ बोला अक्सर मेरा चम्मच मुझसे गिर जाता है. बूढ़ा बोला जाने भी दो मुझसे भी वह हो जाता है. ഓക്കെ, നമുക്ക് നൽകിയിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. കവിതയ്ക്ക് ഉചിത് ശീർഷക്. കവിതയ്ക്ക് ഉചിതമായൊരു ശീർഷകം നൽകാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുള്ള ശീർഷകമല്ല നമ്മൾ നൽകേണ്ടത്. നമുക്കിഷ്ടപ്പെട്ട, നമുക്കിതിന് ഈ കവിതയ്ക്ക് സൂട്ടബിൾ ആവണമെന്ന് തോന്നുന്ന ഒരു ശീർഷകമാണ് നൽകേണ്ടത്. ഞാനിവിടെ കൊടുക്കുന്നത് ജീവൻ ചക്ര എന്നാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ടൈറ്റിൽ കൊടുക്കാവുന്നതാണ്. ഓക്കെ, ദെൻ കവിതാക്ക ആശയലിഖേം എന്നാണ് അല്ലേ പറഞ്ഞിട്ടുള്ളത്. കവിതയുടെ ആശയം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് എഴുതാം.
बबुआ और बूटा कविता के शेल सिल्वेस्ट्रोव ने लिखा है. इसमें बबुआ अपने दुखों के बारे बूട്ടോं से कहता है. എന്താണ് ബബുവ എന്താണ് ചെയ്യുന്നത്? അവൻ്റെ തൻ്റെ ദുഃഖങ്ങളെല്ലാം ബൂട്ടോംസെ വൃദ്ധനോട് പറയുകയാണല്ലേ. ബബുവ ബോലാക്കി അക്സർ ചമ്മച്ച് ഉസ്സെ ഗിർ ജാത്താ ഹെ. ബബുവ പറയാണ് ഇടയ്ക്കൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് സ്പൂണൊക്കെ നിലത്ത് വീണ് പോവാറുണ്ട്. തബ് ബൂട്ട ബോലാക്കി ഉസ്റ്റുനിക്കെ ബി ഹോ ജാത്താ ഹെ. അപ്പോൾ ബൂട്ട എന്താ പറയുന്നത്? അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഇതുപോലെ താഴെ വീണ് പോകാറുണ്ട്, സ്പൂണ് താഴെ വീണ് പോകാറുണ്ടെന്ന് പറയുകയാണല്ലേ. അപ്പം കൂട്ടുകാരെന്ത് ചെയ്യുക? ഇതുപോലെ കവിതയുടെ ആശയം എഴുതുക. ഓക്കെ. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. സഹി പ്രസ്താവ് ചുൻകർ ലിഖേം. എന്താണ്? ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. നമുക്ക് നോക്കൂ. ബബുവക്കെ ഹാത്ത് സെ ഗിലാസ് ഗിർ ജാത്താ ഹെ. ബബുവയുടെ കയ്യിൽ നിന്ന് ഗിലാസ് എന്ന് പറഞ്ഞാൽ ഗ്ലാസ് അല്ലേ, ഗ്ലാസ് താഴെ വീണ് പോകാറുണ്ട്. ദെൻ നെക്സ്റ്റ് നോക്കൂ. ബബുവക്കെ സാത്ത് ചമ്മച്ച് ഗിർ ജാത്താ ഹെ. ബബുവക്കെ ഹാത്ത് സെ ചമ്മച്ച് ഗിർ ജാത്താ ഹെ. ബബുവയുടെ കയ്യിൽ നിന്ന് സ്പൂണ് താഴെ വീണ് പോകാറുണ്ട്. ദെൻ ബബുവക്കെ ഹാത്ത് സെ പാനി ഗിർ ജാത്താ ഹെ. ബബുവിൻ്റെ കയ്യിൽ നിന്ന് എന്ത് വെള്ളം വീണു പോകാറുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ് റൈറ്റ് എന്ന് പറയുന്നത്? ശരിയായത് ഏതാണ്? സെക്കൻഡ് വൺ ആണല്ലേ. എന്താണ്? ബബുവക്കെ ഹാത്ത് സെ ചമ്മച്ച് ഗിർ ജാത്താ ഹെ. ഓക്കെ. ദെൻ നമുക്ക് ഫോർത്ത് നോക്കാം. ഫോർത്ത് എന്താണ്? ബൂട്ട ബോല. ബാക്കി വരികൾ നോക്കൂ. കവിതയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ജാനെ ബീത്തോ. ബൂട്ട ബോല ജാനെ ബീത്തോ. ആ വരി ഇവിടെ എടുത്ത് എഴുതിയാൽ മതി. ഓക്കെ. ദെൻ ഗതിവിധി 3 നോക്കാം. സഹി മിലാൻ കരേം. ശരിയായ രീതിയിൽ യോജിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. आसमान में समुद्र में बड़ा और सोचा टंडी बूंदे अम्मा ने नन्ना उल्लू को. दिन गा को नोको. मेरा तो परिवार है टपका देना कितना लहरे है टाम लिया कितना तारे है. आसमान में എന്തായിരിക്കും വരിക? ആസ്മാൻ മേ കിത്തനെ താരേ ഹേ. ദെൻ സമുദ്ര മേ എന്താണ്? കിത്തനെ ലഹരേ ഹേ. ദെൻ ബഡാ ഭായി സോച്ച मेरा तो परिवार है. देन डंडी बूंदे टपका देना. देन अम्मा ने नन्ना उल्लू को टाम लिया. ഒരു ആക്ടിവിറ്റി എളുപ്പമാണല്ലേ ചെയ്യാൻ. ശരിയായ രീതിയിൽ നമ്മളിതുപോലെ യോജിപ്പിച്ച് വരച്ചു കൊടുത്താൽ മതി. ഓക്കെ. ദെൻ ആക്ടിവിറ്റി 4 നോക്കാം. सूजना डायरी तैयार करे. नन्ना उल्लू 2 साल का हो गया. वह अम्मा से सवाल पूछना शुरू गया. എന്താണ്? നന്ന ഉല്ലുക്ക് എത്ര വയസ്സായി? 2 സാലായല്ലേ, 2 വയസ്സായി. വഹ് അമ്മാസെ പൂച്ച ശുരു കിയ. അമ്മയോട് ഇങ്ങനെ എന്താണ് ഓരോ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. പൂരി രാത്ത് വഹ് അപ്പനി അമ്മാക്ക് സംഗ് സിത്താരോं के नीचे बैठ रहता. ആസ്മാൻ മേ കിത്തനെ സിത്താരേ ഹെ. ആദ്യം ചോദിച്ചത് എന്താണ്? ആകാശത്ത് എത്ര നക്ഷത്രങ്ങളുണ്ട്. ദെൻ ഉസ്നെ അമ്മാസെ പൂച്ച. അമ്മയോട് നന്ന ഉല്ലു ചോദിച്ചു. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. നന്ന ഉല്ലുക്ക് ഡയറി തയ്യാറി കരേ. അപ്പം നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? നന്ന ഉല്ലുവിൻ്റെ അല്ലേ, നന്ന ഉല്ലുവിൻ്റെ ഡയറി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഡയറി എഴുതുമ്പോൾ നമ്മളൊരു കോർണറായിട്ട് എന്ത് ചെയ്യാം? ഡേറ്റും ഡേയും നമുക്ക് എഴുതാം. ദെൻ നെക്സ്റ്റ് എഴുതാം. ഡയറി എഴുതുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. എന്താണ്? എഴുതുന്ന കാര്യങ്ങളെല്ലാം പാസ്റ്റ് ഫോമിലാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ. ഫസ്റ്റ് നമുക്ക് എഴുതാം. ആജ് അച്ഛ ദിന്ദ. ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു. मेम ने अम्मा से बहुत अधिक सवाल पूछा. सभी को उन्हें हंसकर जवाब दिया. मैं अम्मा से कहा आसमान कितना ऊंचा है और समुद्र कितना गहरा है उतना प्यार करता है. എന്താണ് നോക്കൂ. ഇന്നെന്താണ്? നല്ലൊരു ദിവസമായിരുന്നു. ദെൻ അമ്മാസെ ബഹുത്ത് മേംനെ. ഞാൻ അമ്മയോട് എന്താണ്? ബഹുത്ത് അധിക് സവാൽ പൂച്ചു. ഒരുപാട് ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചു. സബിക്കോ ഉന്നെ ഹസ്കർ ജവാബ് ദിയ. എന്താണ്? എല്ലാം ചിരിച്ചുകൊണ്ട് അമ്മ ഉത്തരം പറഞ്ഞു. അമ്മാസെ മേം അമ്മാസെ കഹ. ഞാൻ അമ്മയോട് പറഞ്ഞു ആസ്മാൻ കിത്തന ഊഞ്ചാ ഹെ ഓർ സമുദ്ര കിത്തന ഗഹ്രാ ഹെ ഉത്തനെ പ്യാർ കർത്താ ഹെ. ആസ്മാൻ എത്ര ഉയരത്തിലാണോ, ആകാശം എത്ര ഉയരത്തിലാണോ, അതുപോലെ സമുദ്രം ജിത്തന ഗഹ്ര, സമുദ്രത്തിൻ്റെ ആഴമല്ലേ, അത് എത്രയാണോ അത്രയും ഞാൻ അമ്മയെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു. അപ്പോൾ ഈ കാര്യങ്ങൾ എന്തെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക? ഡയറി എൻട്രി ആക്കിയിട്ട് എഴുതുക. ഓക്കെ.
ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കിസ്നെ അമ്മ കെ സംഗ് സിത്താരോं के नीचे बैठा रहता. किसने अम्मा के रंग सितारों के नीचे बैठा रहता. ഓക്കെ, നമുക്ക് ഗതിവിധി 5 നോക്കാം. സൂചന പൂരാ കരേം. ദോ ബായി ദ ദേ ദി എന്ന് നൽകിയിട്ടുണ്ട്. അതിൽ ഏതായിരിക്കും വരിക? യെസ്, പൂരാ ബായി ദേ. ദോ ബായി ദേ. അവിടെ എന്താ വരേണ്ടത്? ദോ ബായി ദേ. ദെൻ ബഡേക്ക് ഷാദി ഹോ ഗയി. ബഡേക്ക് ഷാദി ഹോ ഗയി. അവിടെ ദാ എന്നും ദേ എന്നും ദി എന്നും നൽകിയിട്ടുണ്ട്. അവിടെ ഏതായിരിക്കും വരേണ്ടത്? അതെ, ദി ആണല്ലേ, ദി. ദെൻ ഉസ്കെ ദോ ബച്ചേ ബി. അവിടെ എന്തായിരിക്കും? യെസ്, ഉസ്കെ ദോ ബച്ചേ ബി ദേ. ദെൻ ചോട്ട കുംവാര. അവിടെ എന്തായിരിക്കും വരേണ്ടത്? ദാ എന്നല്ലേ, ചോട്ട കുംവാര ദാ. ദെൻ ദോനോ ബായി സാച്ച കേത്തി കർത്തെ ദേ എന്നാണല്ലേ. ദോനോം രണ്ടുപേരുണ്ടല്ലേ. ദോനോം ബായി സമച്ച ഗേത്തി കർത്തെ ദേ. ദെൻ ഗതിവിധി 6 നോക്കാം. സൂചന പോസ്റ്റർ തയ്യാർ കരേം. എന്താണ്? പോസ്റ്റർ നിർമ്മിക്കാനാണ്. അല്ലേ, ആ ക്വസ്റ്റ്യൻ നോക്കൂ. ആപ്കി സ്കൂൾ മേ യുവജനോത്സവ കാ കാര്യക്രം ഹോനെ വാലാ ഹെ. നിങ്ങളുടെ സ്കൂളിൽ യുവജനോത്സവ പരിപാടിയിൽ യൂത്ത് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. ഇസ് അവസർ പർ ഏക് പോസ്റ്റർ തയ്യാർ കരേം. ഈ അവസരത്തിൽ എന്താണ് നിങ്ങൾ ആ ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്ത് എഴുതാം? സ്കൂളിൻ്റെ പേരല്ലേ, പരിപാടി എഴുതാം. സ്കൂൾ യുവജനോത്സവ്. ദെൻ ABC സ്കൂൾ വയനാട്. ദെൻ നമുക്ക് കാര്യക്രമം എഴുതാം. കഥാരചന, കവിതാരചന, ഗാലാപൻ, നാച്ച്. ദെൻ നെക്സ്റ്റ് ഇത് എഴുതാം നമുക്ക്. യെസ്, ഡേറ്റും ടൈം നമുക്ക് എഴുതാമല്ലേ. 2024 ഡിസംബർ 23 ബുധവാഴ്ച. 2 दिन का കാര്യക്രം, 2 ദിവസത്തെ പരിപാടി. ദെൻ സബ്ക സ്വാഗത്. ദെൻ നിങ്ങൾക്ക് ഉദ്ഘാടനം ചെയ്യുന്നത് അതൊക്കെ എഴുതാവുന്നതാണ്. ഓക്കെ, ദെൻ സ്കൂൾ യുവജനോത്സവമേ ക്യാ ക്യാ കാര്യക്രം ഹോങ്കെ. സ്കൂൾ യുവജനോത്സവത്തിൽ എന്തൊക്കെ പരിപാടികളാണ്? എന്തൊക്കെ ഉണ്ടാവും? കവിതാരചന ഉണ്ടാവും, കഥാരചന, ഒരുപാട് പരിപാടികൾ ഉണ്ടാവും അല്ലേ. അതൊക്കെ എന്തൊക്കെയാണെന്ന് നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഓക്കെ, നമുക്ക് എഴുതാം. കഥാരചന അല്ലെങ്കിൽ കവിതാരചന, ഗാനാലാപൻ, നാച്ച്. അപ്പോൾ എന്തൊക്കെയാണ് പരിപാടികൾ ഉണ്ടാവും നിങ്ങൾക്കറിയാമല്ലോ. പരിപാടികളെല്ലാം നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.